നന്ദിപ്പള്ളി സമസ്തക്കാർക്ക് ഓഫർ ചെയ്ത് പ്രഖ്യാപനം നടത്തിയ വ്യക്തി പൊടുന്നനെയുണ്ടായ മാറ്റത്തിനൊപ്പിച്ച് തന്റെ ഭാഗം ന്യായീകരിക്കുന്നത് കാണുക. നന്ദിയിൽ വെച്ച് ഇസ്ലാം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ജിന്ന് മലക്ക് പിശാച് മനുഷ്യൻ എന്ന് വായിച്ചു. അപ്പൊ ഞാൻ ആ ഇസ്ലാം എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ജിന്ന് മലക്ക് മനുഷ്യൻ എന്നേ ഉള്ളൂ, പിശാച് എന്നില്ല. പിശാച് എന്നുണ്ട് എന്ന് തെളിയിച്ചാ പള്ളി പൂട്ടി താക്കോല് തരാം. ഇസ്ലാഹു ലേഖനത്തിൽ പിശാച് എന്ന് ഉണ്ടെന്ന് തെളിയിച്ചാൽ പള്ളി പൂട്ടി താക്കോൽ തരാം എന്നാണോ അദ്ദേഹം അന്ന് നടത്തിയ പ്രഖ്യാപനം? അല്ല. ആ ഭാഗം വീണ്ടും കേൾക്കുക. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാം. വെച്ച് ഇസ്ലാം എടുത്ത് വായിച്ചിട്ട് പറഞ്ഞു, ജിന്ന് മലക്ക് പിശാച് മനുഷ്യൻ എന്ന് വായിച്ചു. അപ്പൊ ഞാൻ ആ ഇസ്ലാം എടുത്തിട്ട് പറഞ്ഞു, ഇതിൽ ജിന്ന് മലക്ക് മനുഷ്യൻ എന്നേ ഉള്ളൂ, പിശാച് എന്നില്ല. പിശാച് എന്നുണ്ട് എന്ന് തെളിയിച്ചാ പള്ളി പൂട്ടി താക്കോല് തരാം. ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ അന്നവിടെ പോലീസുകാരുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നു തരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ.